17,500ഓളം ദ്വീപുകൾ കൂടിച്ചേർന്ന ഒരു രാജ്യം. വിവിധങ്ങളായ ഈ രാജ്യത്തെ ദ്വീപുകൾ കണക്ട് ചെയ്ത് മനുഷ്യർക്ക് യാത്ര ചെയ്യുവാൻ പുരാതന കാലം മുതലേ ഉപയോഗിച്ചു വരുന്ന ഒരേ ഒരു സഞ്ചാര മാർഗമാണ് കപ്പലുകൾ. നമ്മളുടെ KSRTC സർവീസ് നടത്തുന്നത് പോലുള്ള കപ്പലുകൾ. ദിവസങ്ങളും ആഴ്ചകളും കടലിൽ കഴിയാൻ പാകത്തിന് രൂപപ്പെടുത്തിയ വലിയ കപ്പലുകൾ. ഈ ദ്വീപ സമൂഹങ്ങളുടെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു പ്രത്യേക ഐലൻഡിലേക്ക് അവിടുത്തെ ചില പ്രത്യേക മനുഷ്യരെ അന്വേഷിച്ച് നമ്മളും ദിവസങ്ങൾ നീണ്ട ഒരു കപ്പൽ യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. 7 നിലകളുള്ള ഈ കപ്പലിനുള്ളിൽ നമ്മൾ കണ്ടതൊക്കെയും വ്യത്യസ്തമായ കാഴ്ചകളായിരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ കടലിൽ കഴിയുവാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് കപ്പൽ ജീവനക്കാർ. ഈ കാണുന്നതൊക്കെയും നമ്മൾ ഈ പോകാൻ പോകുന്ന കപ്പലിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ. പെട്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളോ മാർക്കറ്റ് ഏരിയയോ പോലെയൊക്കെ തോന്നുമെങ്കിലും ഇതും കടലിനുള്ളിലൂടെ ഒഴുകുന്ന ഇന്നാട്ടിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ആഴ്ചകളോളം കടലിലൂടെ യാത്രകൾ നടത്തുന്ന കപ്പൽ തന്നെയാണ്. ഇന്നാട്ടിലെ പല ദ്വീപുകളിൽ താമസിക്കുന്ന വ്യത്യസ്തരായ മനുഷ്യമുഖങ്ങൾ നമുക്ക് ഈ ഒരൊറ്റ കപ്പലിൽ കാണാൻ സാധിക്കും. പല തരത്തിലുള്ള പല രൂപത്തിലുള്ള ആളുകളുണ്ട്. ശരിക്കും നമ്മുടെ ഒരു പപ്പുവയുടെ സൈഡിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ആൾക്കാരുടെ മുഖഭാവം നമ്മുടെ ഇവിടെ ഈ ഒരു ഇന്തോനേഷ്യയിൽ നോർമലി കാണുന്നത് പോലൊന്നുമല്ല കേട്ടോ, മാറ്റമുണ്ട്. അപ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ആളുകളൊക്കെ ശരിക്കും ഈ ഒരു ഷിപ്പിലുണ്ട്. കാരണം ഇവിടെ നിന്നും ബൗബോ ചെന്നിട്ട് ബൗബോ എന്നൊക്കെ മാറി വേണം കയറി പോകാൻ വേണ്ടിയിട്ട്. അന്നേരം അവരെയൊക്കെ നമുക്ക് കാണുമ്പോൾ ശരിക്കും വ്യത്യസ്തത നല്ല രീതിക്ക് ഫീൽ ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇന്തോനേഷ്യയിലെ എല്ലാ തരത്തിൽപ്പെട്ട മനുഷ്യരെയും നമുക്ക് ഇതുപോലെ ഷിപ്പ് യാത്രകളിൽ നേരിട്ട് കാണാൻ പറ്റുമേ. ഈ കാണുന്നതാണ് കേട്ടോ കപ്പലിനുള്ളിൽ നമുക്ക് താമസിക്കാനുള്ള ഇടം. ക്യാബിനുള്ളിൽ ബങ്കു ബെഡുകളായിട്ട് 6 ബെഡുകൾ നിരത്തി ഫുള്ളി എയർ കണ്ടീഷണഡ് ആയിട്ടുള്ള ഒരു താമസ സൗകര്യമാണിത്. ക്ലാസ്സുകൾ അനുസരിച്ചാണ് ഇവിടുത്തെ താമസ സൗകര്യം. ഓരോ ക്ലാസ്സുകൾ കൂടുന്നതിന് പൈസയും കൂടും. ഇത് കോമൺ ആയിട്ടുള്ള ഒരു ഹാളിൽ ആളുകൾക്ക് കിടക്കാനുള്ള ഒരു ബെഡ് മാത്രം കിട്ടുന്ന ഒരു സംവിധാനമാണ്. ഈ ഷിപ്പിലെ ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് ഇതിനാണ്. എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ബങ്കു ബെഡിലേക്ക് താമസം മാറിയത്. ഷിപ്പ് എടുക്കുവാണോ എന്തോ ഒന്നും ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഷിപ്പ് എടുക്കുന്ന സമയത്ത് നമ്മൾ പുറത്തില്ലെങ്കിൽ അത് മോശമല്ലേ, പുറത്ത് പോയി നിൽക്കാം. എല്ലാ ആൾക്കാരുടെ കയ്യിലുണ്ടല്ലോ ഒരുപാട് ലഗേജ് ഉണ്ട്. ഇത് മെയിൻ സിറ്റി ആയതുകൊണ്ടായിരിക്കണം മേ ബി ഇവിടെ നിന്നൊക്കെ സാധനം വാങ്ങിയിട്ട് ആളുകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. മേ ബി ഇവിടത്തെക്കാളും വില കൂടുതലായിരിക്കും ബാക്കിയുള്ള ഐലൻഡുകളിൽ സാധനങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നു. പിന്നെ പല ആൾക്കാരുണ്ടല്ലോ പല സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഈ ഷിപ്പിൽ വിൽക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്തായാലും ഒരു നല്ല പരിപാടിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ടിക്കറ്റിൻ്റെ റേറ്റിൻ്റെ സാധനമെങ്കിലും അത്യാവശ്യം വിറ്റിട്ട് ലാഭത്തിൽ വാങ്ങാനോ അല്ലേ. യെസ്, അങ്ങനെ നടന്ന് ഞാൻ പുറത്തേക്കുള്ള കവാടത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലാണെങ്കിൽ വലിയ വെയിലില്ല. അതുകൂടാതെ ഈ ഒരു ഭാഗത്താണ് ആൾക്കാരും കയറുന്ന ഭാഗമൊക്കെ കാണുന്നത്, ടെർമിനലിൻ്റെ ഭാഗം. അപ്പം ഇവിടെ നിൽക്കാം. ഇവിടെ നിന്ന് ആളുകൾ കയറുന്ന ഇറങ്ങുന്നതൊക്കെ കാണാനും പറ്റും. മേലെ നമ്മുടെ കഫേയുടെ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ എന്താ ഇവിടെ സാധനങ്ങളൊക്കെ ആയി ഇത് തുറന്നിട്ടുണ്ട് കേട്ടോ. പോയി വല്ല കോഫി വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. അത് കിട്ടാൻ വല്ല വഴിയുണ്ടോ? എന്താ ബിസ്ക്കറ്റും മറ്റ് സാധനങ്ങളും ജ്യൂസും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് ബ്ലാക്ക് കോഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കോഫി കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് ഇതൊരു കോഫി കുടിക്കട്ടെ, അപ്പോൾ നല്ല ഉന്മേഷം വരും. വില കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വില കൂടുന്നുണ്ട് കേട്ടോ. ഇത്രയുമുള്ള ചായക്ക് 15,000 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു 70 രൂപ 80 രൂപ റേഞ്ച് അത്രയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു സ്ഥലത്തിനാണ് അതിൻ്റെ പ്രത്യേകത. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കണ്ടുകൊണ്ട് കോഫി കുടിക്കാം, അതും കപ്പലിൽ നിന്ന്. അതൊരു രസമുള്ള കാര്യമാണ്. അത് നമുക്ക് സാധാരണ കോഫി ഷോപ്പിൽ പോയി കിട്ടത്തില്ലല്ലോ. പെട്ടെന്ന് ആ ഒരു ഓട് മുഴങ്ങി നമ്മളുടെ ഷിപ്പിനെ ഇപ്പം എടുക്കാനായിട്ട് പോവുകയാണ്. താഴെ പോകാമല്ല, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഷിപ്പ് എടുക്കുന്നത് കാണാൻ പറ്റില്ല. നമ്മുടെ മക്കാസറിൻ്റെ ആകാശത്ത് പതുക്കെ മഴമേഘങ്ങളൊക്കെ മൂടുന്നുണ്ട് കേട്ടോ. വലിയൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ ഷിപ്പിലോട്ട് ആളുകൾ കയറുന്ന ആ ഒരു ബ്രിഡ്ജൊക്കെ ഇല്ലേ, അതൊക്കെ ഡിസ്കണക്ട് ചെയ്തു. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഡിസ്കണക്ട് ചെയ്ത് കടലിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷിപ്പ് റെഡിയായി കേട്ടാ. ഇപ്പോൾ എടുക്കും. പോലീസുകാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ വട്ടം കൂടി നിൽപ്പുണ്ട്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അവസാന നിമിഷം ഓടി വരുന്ന ജാക്കും റോസും അത് ഇവരാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ഇവരെ കയറ്റുമില്ല എന്നുള്ളത് അറിഞ്ഞുവിടാ. ഇത് ഇവരെങ്ങനെ കയറാനാ? യെസ്, ഇവിടെ ഇതുണ്ട്, ഇതുപോലൊരു ഏണിപ്പടി വെച്ചിട്ടുണ്ട്. ആ ഏണിപ്പടി വഴി എമർജൻസി ആയിട്ട് ആളുകൾക്ക് കയറാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടല്ലേ, നൈസായി. എന്നാലും ഈ ഒരു അവസാന നിമിഷം വരെ ഷിപ്പിലേക്ക് വന്ന് കയറുന്ന ആളുകളുണ്ട്. അവിടെ പിന്നെ ഉണ്ടല്ലോ അതുകൊണ്ടോ ആളുകളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ നമ്മൾ ടൈറ്റാനിക് സിനിമയിലൊക്കെ കണ്ട പോലെ ഒരുപാട് ആളുകളൊന്നുമില്ല, ആകെ 3-4 പേരേ ഉള്ളൂ. അവിടെ നിന്ന് വീണ്ടും ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും നേരം?
അതുമാത്രമല്ല കേട്ടോ, അവസാന നിമിഷം ഇവിടുത്തെ ജോലിക്കാരൊക്കെ കൂടിയിട്ട് എന്തെല്ലോ സാധനങ്ങൾ കൂടി കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട്. അവിടെ ഒരു ഫാമിലിയാണ് കേട്ടോ വരുന്നത്, 3 പിള്ളേരൊക്കെ ഉണ്ട്. അവർ ആ ഒരു കൊച്ചിന് കണ്ട ഒരു കോഴിയുടെ ബലൂണൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കപ്പലാകുമ്പോഴുള്ള ഗുണം ഇതാണ്, ഇതൊക്കെ കയറ്റാം. പക്ഷെ നമുക്ക് വിമാനത്തിൽ ഇതുപോലുള്ള സാധനങ്ങൾ കയറ്റുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ പറ്റത്തില്ല. കപ്പൽ കുറേ കൂടി സാധനങ്ങൾ കൊണ്ടുപോകാൻ ഫ്രീഡമുള്ള ഒരു പരിപാടിയാണ്. ഏറ്റവും അവസാനമായിട്ട് ഇതിനകത്ത് ആളുകളെയൊക്കെ സക്സസ്ഫുള്ളി കയറ്റി വിട്ടതിൻ്റെ ഒരു സന്തോഷ സൂചകമായിട്ട് പോലീസുകാരും ഈ ഒരു കപ്പലിൻ്റെ അവരൊക്കെ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഒരു ഫോട്ടോസ് കൂടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടികളൊക്കെ സെറ്റായേ. അതിൻ്റെ താഴെ നിന്നുണ്ടല്ലോ ഇപ്പം പോലീസുകാർ ഇതിന് സൈഡിൽ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറയുന്നുണ്ട്. എന്നാലും നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എടുത്തു കഴിഞ്ഞു. ഇപ്പോഴും ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന ആൾക്കാർ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു ഷിപ്പ് കടലിലോട്ട് ഇറങ്ങിക്കഴിയുമ്പം പിന്നെ ഇപ്പോൾ കരയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ട കമ്മ്യൂണിക്കേഷൻ ആൻറ്റിനകളും റഡാറുകളും ഒക്കെ ഇതിൻ്റെ മേലെയുണ്ട്. അതിൽ നിന്ന് കറങ്ങുകയും തിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കപ്പൽ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. എൻജിൻ നല്ല രീതിക്ക് പവറിൽ സ്റ്റാർട്ടാക്കി അതിൻ്റെ ഭാഗമായിട്ട് കറുത്ത പുക ആകാശത്തിലേക്ക് ഉയർന്നു. പതുക്കെ ഇതിനൊരു ഇളക്കമൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് അവർ കരയിലേക്ക് വലിച്ചു കെട്ടി ആ ഒരു കയറൊക്കെ ഇല്ലേ, ആ ഒരു കയറെല്ലാം അഴിച്ചു മാറ്റി. പക്ഷേങ്കിൽ ഏണി മാത്രം അഴിക്കുന്നില്ല. അതെന്താ? ഏണി അഴിക്കുമല്ലോ കേട്ടോ, അതിങ്ങനെ മേലോട്ടേക്ക് പൊക്കി കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിനോട് ചേർത്തിട്ട് അങ്ങനെ കെട്ടും. ഇപ്പം ടെക്നിക്ക് പിടികെട്ടി. യെസ്, അങ്ങനെ പതുക്കെ നമ്മളുടെ ഷിപ്പ് ആ ഒരു തുറമുഖത്ത് നിന്നും പതുക്കെ അതിൻ്റെ ആ ഒരു ബർത്തിൽ നിന്നൊക്കെ അകന്നു തുടങ്ങിയ കടലിൽ നടുക്കൊരു വലിയ ബിൽഡിങ്, ആ ഒരു രീതിയിൽ തന്നെ വലിപ്പമുള്ള ഈ ഒരു ഷിപ്പ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വലിയൊരു ഷിപ്പിൽ കയറുന്നത്. ഇതിനു മുമ്പ് കയറിയതൊന്നും ഇത്രയും വലുതായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആണ് ഞാൻ. പിന്നെ ഒരു രാത്രിയൊക്കെ ഞാൻ ഷിപ്പിൽ ചിലവഴിക്കുന്നു, അതും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഇത്രയും അധികം ദൂരം ഇവിടത്തേക്ക് നമ്മൾ വന്നേ. ഫെലിനി എന്ന് പറയുന്നൊരു കപ്പൽ കമ്പനി, അവരാണ് കേട്ടോ ഈ ഒരു ഷിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള പലതരം കമ്പനികൾ ഇന്തോനേഷ്യയിലുടനീളമുണ്ട് കേട്ടോ. അവിടെ ദൂരെ നിന്ന് അവരിപ്പോൾ കൈ വീശി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഫാമിലിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവരോട് എന്തൊക്കെ യാത്രയൊക്കെ പറയുന്നുണ്ട്. ആകെ ഒരു ഫാമിലി മാത്രം യാത്ര പറയുന്ന കാഴ്ച എനിക്ക് കാണാൻ പറ്റി. എന്തോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് വിളിച്ച് പറയുന്നുണ്ട്. നമുക്കതൊന്നും വിഷയമല്ല, കാരണം നമുക്കിതെന്താ പറയുന്നതെന്നുള്ള അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്കുണ്ടല്ലോ നമ്മളുടെ മക്കസാറിൻ്റെ പോർട്ട് നല്ല വൃത്തിക്ക് ദൂരെ നിന്നും കാണാൻ പറ്റുന്നുണ്ട്. സുന്ദരമായിട്ടുള്ള പോർട്ടാണ് കേട്ടോ. പോർട്ടിൽ ഉണ്ടാക്കിയേക്കുന്ന ഓരോ ബിൽഡിങ്ങുകൾക്കും അതിൻ്റേതായ ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്നെ മറ്റ് ആകർഷിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ചുവന്ന ഷിപ്പിൻ്റെ പേരാണ് കേട്ടോ, കള്ള ലൈൻ പോലും, കള്ള ലൈൻ. ഇവിടെ കടൽ ഭയങ്കര ശാന്തമാണെങ്കിലും കുറച്ചും കൂടി ഉള്ളിലോട്ട് പോകുമ്പോൾ ഈ ഒരു ഉൾക്കടൽ ഭാഗങ്ങളെ, ഉൾക്കടലല്ല ശരിക്കും ഓപ്പൺ കടലാണ്, കുറച്ചധികം കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊക്കെ പേര് കേട്ട ഒരു ഏരിയ ആണ്. അതുകൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിനുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് ഭൂമികുലുക്കമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഭൂമികുലുക്കം ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് ലാൻഡ് ചെയ്ത ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളുടെ മക്കാസർ നഗരം അങ്ങനെ നമ്മളുടെ പിന്നിലാകുകയാണ്. ആ ഷിപ്പിനൊക്കെ അത്ര അടുത്ത് നിന്നപ്പോൾ ഇത്ര വലിപ്പമുണ്ടെന്നുള്ളത് മനസ്സിലായില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ നടന്ന വഴികളൊക്കെയാണ് അതിൻ്റെ അങ്ങേ അപ്പുറ ഭാഗങ്ങളൊക്കെ. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് മക്കാസറിലേക്ക് വരുമോ ഇല്ലയോ, യാത്രയുടെ മുന്നോട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയായിരിക്കുമെന്നുള്ളത് എന്താ പറയുക, നമുക്ക് 1 by 1 ആയിട്ട് കണ്ടറിയാം. കാരണം എനിക്കും അങ്ങനെ ഒരു പ്രത്യേക പ്ലാനുകളൊന്നുമില്ല, ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ദിവസം എത്തിച്ചേരണം അങ്ങനെയൊക്കെ ഉള്ളത്. എത്തുന്നിടത്ത് വെച്ച് കാണാം അങ്ങനെയുള്ളൊരു വിചാരമാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു മസ്ജിദ് കണ്ടോ നിങ്ങൾ? മസ്ജിദ് 99 എന്താണ് എൻ്റെ പേര്, കമൻറ്റിൽ പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മസ്ജിദ് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു കണ്ടെയ്നറുകൾക്കൊക്കെ ഇടയിലൂടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടുപുറയായിട്ട് മസ്ജിദിൻ്റെ മിനാരവും. നമ്മളെ വിട്ടപാടെയുള്ള ആ ഒരു ചെറിയ ഇവിടെ ഒരു ഐലൻഡ് പോലത്തെ ഒരു ഏരിയ കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ടോ ആ ഒരു ഭാഗത്ത് ശരിക്കും ഒരു ചെറിയൊരു ബീച്ചൊക്കെ കാണാവേ. അപ്പോൾ ആ ഒരു ബീച്ചിലൊക്കെ ആളുകൾ വന്ന് കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ തന്നെ ചെറിയ ഒരു ബിൽഡിങ്ങും കഫേ കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളതൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം നടക്കാൻ പോയപ്പം ഐലൻഡ് ബോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. മേ ബി ഈ ഒരു ഐലൻഡിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കണം കേട്ടോ അവർ ചോദിച്ചിട്ടുണ്ടാവുക. എന്തായാലും കൊള്ളാം, നൈസ് ഉണ്ട് കാണാനായിട്ട്. ഇങ്ങനെ ആ ഒരു ടൗണിൽ നിന്നൊക്കെ വിട്ടിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇതുണ്ട ഈ ഒരു ഐലൻഡ് ശരിക്കും ഉണ്ടല്ലോ. അപ്പോൾ ഷിപ്പ് യാർഡിലോട്ട് ഈ ഒരു
തിരമാലകളൊന്നും അധികം നല്ല കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഈ വെട്ടുന്നത്. ആ തിരമാലകളൊന്നും അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മതിൽ പോലെ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കുന്ന മതിലിൻ്റെ സൈഡിൽ പിന്നീട് മണലൊക്കെ വന്ന് അടിഞ്ഞിട്ട് ഈ ഒരു രീതിയിലായതാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, നൈസ്. സൂര്യനെ പതുക്കെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറി വരുന്നുണ്ട്. ശരിക്കും അത് നമ്മുടെ കടലിൽ ഇങ്ങനെ അടിച്ചിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ കടലിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഷിപ്പുകളൊക്കെ ഇതുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അകത്തോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മളിപ്പോഴുണ്ടല്ലോ ശരിക്കും ആ ഒരു കരേനോട് പാരലായിട്ട് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടങ്ങൾ മക്കാസറിൻ്റെ ഇതിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ ചുറ്റി റൗണ്ട് അടിച്ച് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ അറ്റത്ത് ഇവിടെയായിട്ടാണ് നമ്മളുടെ ബൗബോ എന്ന് പറയുന്ന പോർട്ടുള്ളത്. ഇവിടെ നമ്മുടെ സുലാവസി ഐലൻഡിൻ്റെ ഒരു കാലിൽ നിന്നും മറ്റേ കാലിലേക്കാണ് കേട്ടോ നമ്മൾ യാത്ര പോകുന്നത്. അപ്പോൾ കുറച്ചധികം നേരം നമുക്ക് എന്തായാലും ഇതുപോലെ കര കിട്ടും. അതിനുശേഷം പിന്നെ മുഴുവൻ കടലായിരിക്കും. എല്ലാവരും ഉണ്ടല്ലോ കുറേ കഥകളൊക്കെ ആയിട്ട് ഇതാ ഇതിൻ്റെ സൈഡിൽ വന്നിരുന്ന് കടലും നോക്കി ചായയൊക്കെ കുടിക്കുന്നു, സിഗരറ്റൊക്കെ വലിക്കുന്നു, നൂഡിൽസൊക്കെ കഴിക്കുന്നു, കാപ്പിയൊക്കെ കുടിക്കുന്നു, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും ഇനിയിപ്പോൾ ചെയ്യാനുള്ളതില്ല കേട്ടോ. വേണമെങ്കിൽ ക്യാബിനെടുത്ത ആളുകൾക്ക് ക്യാബിനിൽ പോയി കിടന്നുറങ്ങാം. രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയിപ്പം അങ്ങനെ തന്നെയായിരിക്കും ആളുകൾ പോകുക. എന്തായാലും നമുക്കുണ്ടല്ലോ ഇപ്പം കുറച്ചധികം ദൂരെയായിട്ട് നമ്മളുടെ ആ ഒരു ദ്വീപിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് തന്നെ പോകാൻ പറ്റും കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം ദൂരം ഇനിയിപ്പം ഇതിന് പാരലായിട്ടായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൻ്റെ കൂടെ ഉള്ള പല ആൾക്കാരും പല സാധനങ്ങളൊക്കെ കൊണ്ടിങ്ങനെ വന്ന് വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതെല്ലാം വാങ്ങാം, അല്ലെങ്കിൽ മേലെയുള്ള ആ ഒരു കഫേയിൽ പോയിട്ട് അവിടെ നിന്നും വാങ്ങുക കൂടി ചെയ്യാവേ. അതിൻ്റെ അകത്ത് നൂഡിൽസ്, വെള്ളം, കേക്ക്, പിന്നെ സ്നാക്സ് ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ശരിക്കും നമ്മുടെ ഉത്സവപ്പറമ്പിൽ പൊരിയൊക്കെ വെക്കാൻ വേണ്ടി ആളുകൾ നടക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നടക്കുന്നത്. പല ആൾക്കാരുണ്ടല്ലോ നമ്മൾ അങ്ങോട്ട് ചിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് നോക്കി ചിരിക്കുന്നൊക്കെയുണ്ട്. ചേട്ടൻ കണ്ട കൈലിമുണ്ടൊക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ചേട്ടന്മാരെയൊക്കെ കാണാൻ കേട്ടോ. അത് കാണുമ്പോൾ പ്രത്യേക ഒരു സാധനം നാക്കുളുക്കും. ആ ഒരു സാധനമാണ്. ഇവിടെ വിദേശികളായിട്ടുള്ള, അതായത് വിദേശികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ വെസ്റ്റേൺ കൺട്രീസിൽ നിന്നൊക്കെയുള്ള ആളുകളും ഇവിടെ ഉണ്ട്, ഇതിന് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ തുലവും തുച്ഛമാണ്. ശരിക്കും ഇതുപോലുള്ള ഷിപ്പ് പ്രധാനമായിട്ടും യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ദ്വീപുകളിലേക്കുള്ള ലോക്കലായിട്ടുള്ള ആളുകളാണ് കേട്ടോ. അപ്പം അവരെ സംബന്ധിച്ച് കുറച്ച് എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അതുകൂടാതെ ഹലോ ഈ ദ്വീപുകളെയൊക്കെ കണക്ട് ചെയ്ത് നമ്മളുടെ ഫ്ലൈറ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. ഈ ഒരു ഷിപ്പ് എന്ന് പറയുമ്പോൾ അത്ര വലിയ എക്സ്പെൻസീവ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സാധാരണക്കാരുടെയൊക്കെ സാധാരണക്കാരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട യാത്രാമാർഗം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഷിപ്പ് തന്നെയാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നോക്കി നല്ലൊരു ഒരു സൂര്യാസ്തമയം നല്ല ഗോൾഡൻ കളറിൽ നല്ല സൂര്യനൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു കാഴ്ച ഇവിടെ നിന്ന് കാണാൻ കേട്ടോ. വാവ്. dari Pelabuhan Makassar. Adapun penumpang lanjutan yang tiketnya berakhir di pelabuhan. കുറച്ചധികം നേരം ഞാൻ ആ ഒരു സൂര്യാസ്തമയം നോക്കി നടക്കുകയാണ്. നല്ല രസമാണ് കാറ്റൊക്കെ കൊണ്ട്. കടൽ തീരത്തോടെ നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കപ്പലിൻ്റെ തീരത്തുകൂടെ ഈ ഒരു നടക്കുന്ന ഈ ഒരു പരിപാടി കേട്ടോ. ഞാനേ തിരിച്ച് നമ്മുടെ ക്യാബിനിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ എല്ലാ ദിവസവും രാത്രിയിലും അതുപോലെ തന്നെ രാവിലെയും ഫുഡ് നമ്മളുടെ ടിക്കറ്റിന് ഫ്രീ ഉണ്ടെന്ന്. അപ്പോൾ അത് എവിടെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ മുമ്പേ പോവാണ് കേട്ടോ. പുള്ളിയുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത് ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ്. നമ്മൾ നടന്ന് കയറി 6ാമത്തെ നിലയിലേക്ക് വന്നു. 6ാമത്തെ നിലയിൽ നിന്നും വീണ്ടും വലത്തോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. എനിക്കറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഇത് നോക്കിയാൽ നിങ്ങൾ. റെസ്റ്റോറൻറ്റ് പോലത്തെ സാധനം. ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ടിക്കറ്റ് കാണിച്ചിട്ട് സാധനം വാങ്ങാൻ പറ്റും കേട്ടോ. ആ പുള്ളി എനിക്ക് ഇവിടം വരെ വന്നിട്ട് കാണിച്ചു തന്നതാണ്. അത് നൈസായി. ഈ കാണുന്നുണ്ടല്ലോ ലൈറ്റിംഗ് ഒന്നുമില്ല, നമ്മളുടെ സൂര്യൻ അവിടെ അസ്തമിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നൊക്കെയുണ്ട്. ഇത് അതിവിശാലമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ചേട്ടാ ഇതിവർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നേ ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. ചോറും ചിക്കനും അങ്ങനെയുള്ള പല സാധനങ്ങളൊക്കെയാണ് ആളുകൾ കഴിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഇത് ബുഫേ പോലത്തെ ഒരു സിസ്റ്റമാണ്. കാരണം ആളുകളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഭക്ഷണം എടുക്കുന്നു, കഴിക്കുന്നു, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുണ്ടോ അവിടെയുണ്ട് സാധനം ബുഫേയിൽ. ഞാൻ എന്തായാലും ഇപ്പോൾ കഴിക്കണോ?
ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് വലിയ ഐഡിയ ഇല്ല. എന്തായാലും കഴിച്ചേക്കാം. ഇതുണ്ടോ, ഇവിടെ നമ്മൾ ടിക്കറ്റ് കൊടുക്കുമ്പം ആ ഒരു ബുക്കിൽ ടിക്ക് ചെയ്യും, അതിന് ശേഷം ഇത്രയും സാധനം തരും. അതിൻ്റെ കൂടെ എന്താ നമ്മളുടെ ചോറ് സാധനങ്ങൾ ഇവിടെ ഈ ഒരു പ്ലേറ്റിൽ നമുക്ക് എടുക്കാം. അതിന് ശേഷം കറി വന്നിട്ട് അപ്പുറം പോയിട്ട് അവിടെ നിന്നും എടുക്കണം കേട്ടോ. ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം ആ ഒരു സൺസെറ്റ് കണ്ടിരുന്ന് ഫുഡ് കഴിക്കണം എന്നാണ്. പക്ഷേങ്കിൽ ഇവിടെയുള്ള ഈ ഒരു സൈഡ് ഭാഗത്തെ സീറ്റുകളൊക്കെ കണ്ടങ്ങൾ ഫുള്ളാണ്. അങ്ങനെ സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഒടുവിൽ ഞാൻ ഉണ്ടല്ലോ ഈ ഒരു വിൻഡോവിനോട് ചേർന്നിട്ട് ഒരു സീറ്റ് ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ വെച്ചു. ഇതൊക്കെയാണ് കേട്ടോ കറികളുള്ളത്. ചിക്കനും ഉണ്ട് കേട്ടോ, ഒന്നും കുഴപ്പമില്ല. ഹോട്ട് ഡോഗ് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സീറ്റ് ഇതാ അവിടെ അതുപോലെ തന്നെ ഉണ്ട്. സീറ്റിൽ പോയിരുന്ന് കഴിക്കാമല്ലോ. ഇതിൻ്റെ കറി ഉണ്ടല്ലോ, പയറാണോ അത്? പയർ പോലത്തെ എന്തൊരു സാധനം, പിന്നെ ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. അല്ലാതെ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം കഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാം. ചെറിയൊരു മധുരമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി കരച്ച് ചേർത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹോട്ട് ഡോഗിന് പിന്നെ പൊതുവേ അതിൻ്റേതായ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഭക്ഷണം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എടുക്കാമെന്ന് തോന്നുന്നു. ചിക്കൻ ഉണ്ടല്ലോ, കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് അത് പൊരിച്ചെടുത്തതുപോലത്തെയാണ്. അതിനും മധുരമുണ്ട് കേട്ടോ, സ്വീറ്റാണ്. എന്നെ സംബന്ധിച്ചുണ്ടല്ലോ ഇങ്ങനെ ഷിപ്പിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പല കാര്യങ്ങളും വളരെ പുതുമയുള്ളതാണ്. പക്ഷേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ലക്ഷദ്വീപിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പം മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട്, എന്നോട് ഇടയ്ക്കിടയ്ക്ക് വാ ലക്ഷദ്വീപിലേക്ക് വാ, ഇങ്ങനെ ഷിപ്പിൻ്റെ അനുഭവങ്ങൾ, ബാക്കി കടലിൻ്റെ അനുഭവങ്ങളൊക്കെ അനുഭവിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങോട്ട് വരണം. ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കുറച്ചധികം ദിവസങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കാത്തു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ലക്ഷദ്വീപിലേക്കുള്ള ഷിപ്പിൽ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയാണോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലങ്ങൾ, ഫുഡൊക്കെ ഫ്രീ ഉണ്ടോ, അതോ ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം വരുന്നില്ലേ, പെട്ടെന്ന് എത്തുമോ, അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് ലക്ഷദ്വീപിലുള്ള ആൾക്കാരുടെ ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. അപ്പം എന്താ പറയുക, നമുക്കറിയാലോ എങ്ങനെയൊക്കെയാണ് ആ കാര്യങ്ങളെന്നുള്ളത്. ശരിക്കും കേരളത്തിൻ്റെ അടുത്ത് അതുപോലുള്ള കുറേ അവസരങ്ങൾ കിടക്കുമ്പം ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, അങ്ങോട്ടേക്ക് പോയാലും മതി. ഇതാണ് കേട്ടോ റീറിസ്, എൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. തൊറാജ, പുള്ളിക്കാരി തൊറാജയിൽ നിന്നാണ്. തൊറാജ നൈസ് ഹെയർ സ്റ്റൈൽ. തൊറാജ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. കാരണം അതിനൊരു സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലമാണ്. ആള് ബോബോയിലേക്ക് പോവുകയാണ്, അവിടെ പഠിക്കുകയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പം തൊറാജയിൽ കുറച്ചധികം സ്പെഷ്യാലിറ്റികളൊക്കെ ഉണ്ട്. ഞാനത് വഴിയെ നിങ്ങളെ ഈ ഒരു ഐലൻഡിൽ കറങ്ങുന്ന സമയത്ത് കാണിച്ചു തരാവേ. ഇപ്പം നമുക്ക് ആദ്യമേ നമ്മളുടെ സീനുമാർട്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ കപ്പലൊക്കെ പിടിച്ചിട്ട് പോകുന്നത്. ഇവിടെ ഈ തീമഞ്ഞ കളറിട്ട് കാണുന്നില്ലേ, ഇവരാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻറ്റിലെയും അതുപോലെ തന്നെ ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് ആളുകളെ. ഇവരുടെ യൂണിഫോമാണ് ഈ കാണുന്നത്. മേ ബി ഇവിടെയുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ട്രൈബിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഇവരുടെ ഈ ഒരു ഡിസൈനിലുള്ള യൂണിഫോം കേട്ടോ. കണ്ണാടിയുടെ അപ്പുറം നിന്ന് 2 പിള്ളേർ എന്നെ കൈ വീശി കാണിക്കുന്നുണ്ട്. അവിടെ സൂര്യാസ്തമയം കഴിഞ്ഞു കേട്ടോ. ഞാനിവിടെയാണ്. ഓക്കെ, വക്കത്തോബിയിലുള്ള ഒരാളെ കൂടി പരിചയപ്പെട്ടിട്ടുണ്ട്. വക്കത്തോബിയിലും പോട്ടെ, നമ്മളിപ്പോൾ ചെന്നിറങ്ങുന്ന ബോബോ എന്ന് പറയുന്ന ഐലൻഡ്, അത് ബൂട്ട് ടൗൺ എന്ന് പറയുന്നൊരു ഐലൻഡാണ്. ആ ഐലൻഡിലുള്ള പുള്ളിയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനോട് ഞാൻ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ അല്ല, അവിടുത്തെ കാഴ്ചകൾ. ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഓരോ സ്ഥലത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ എനിക്ക് 2 സ്ഥലത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ ഇവിടെ വന്നിരുന്നു. സുധി, യുവർ നെയിം? ഫർഹാൻ. ഓക്കെ, ഫർഹാൻ്റെ പേര് വരെ ഞാൻ ഇപ്പോഴാണ് ചോദിച്ചത്. അതിന് മുമ്പ് സ്ഥലങ്ങളെ പറ്റിയാണ് കേട്ടോ ചോദിച്ചത്. ഇങ്ങനെയാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളെ പറ്റിയുള്ള ഐഡിയ കിട്ടുന്നത്. അപ്പോൾ പുറത്തിരുന്ന് വർത്തമാനം പറയാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഞങ്ങൾ 2 പേരും കൂടി പുറത്തേക്ക് വന്നു കേട്ടോ. ഈ ഒരു ബർത്തുണ്ടല്ലോ ഭയങ്കര ആളുകളും ബഹളങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ആക്റ്റീവാണ്. ഈ ഒരു സമയത്ത് നമുക്ക് പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ദൂരെയായിട്ട് നമ്മുടെ സുലാവസി ഐലൻഡിൻ്റെ തീരത്ത് നിന്നുള്ള ലൈറ്റുകൾ കാണാം. നമ്മൾ ഇനിയും സുലാവസിനെ എന്താ പറയുക വിട്ടിട്ടില്ല കേട്ടോ. അവിടെ മൈക്കിൽ എന്തെല്ലോ വിളിച്ച് പറയുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പോൾ കാറ്റിന് ശരിക്കും ശക്തി കൂടിയിട്ടുണ്ട്. ഇച്ചിരി ചെറിയ തണുപ്പ്, വലിയ തണുപ്പൊന്നുമില്ല. കാരണം കരയോട് അടുപ്പിച്ച് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അകത്ത് പോയി ഇനിയിപ്പം ഫോണൊക്കെ ഒന്ന് ചാർജിനിടട്ടെ. അതിന് മുമ്പേ ഞാൻ നടന്ന് വഴി തെറ്റിയിട്ട് നമ്മളുടെ കോമൺ ഏരിയയിലേക്കാണ്
വന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുവാണ്. പിള്ളേരൊക്കെ ഓടി കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഈ കോമൺ ഏരിയയോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോക്കി മറ്റേ നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റ് പോലത്തുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ വാങ്ങി ഈ ഒരു ടേബിളിലൊക്കെ വന്നിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പിന്നെ ഫ്രൈഡ് ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ നടന്ന് എൻ്റെ ആ ഒരു ക്യാബിനിലോട്ട് പോകുമ്പം ഇവരോട് ഇരിക്കുകയായിരുന്നു. ഹലോ. അപ്പം ഇവരെന്നെ വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുത്തിയതാണേ. ഓക്കെ ഫോട്ടോ. നമ്മളെ ക്യാബിനിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ സെപ്പറേറ്റ് ടോയ്ലറ്റും കുളിമുറികളൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, വൃത്തി അത്യാവശ്യമുണ്ട്. നമ്മുടെ റൂം ഏതായിരുന്നു 22 അപ്പുറത്തതാണ്. പക്ഷേ ഈ പുറത്തു നിന്നുള്ള ആൾക്കാരും ക്യാബിനിൽ വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സെപ്പറേറ്റ് ഇങ്ങനെയൊക്കെ ആക്കിയത്. പക്ഷേ കാര്യമില്ല. തിരിച്ചങ്ങനെ നമ്മളുടെ ക്യാബിനിലെത്തിയിട്ടേ നല്ലൊരു ഉഗ്രം കുളിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കി സെറ്റാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കുന്ന അവിടെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അറ്റ്ലീസ്റ്റ് കുളിക്കാനൊരു ഇടമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവേ. ഒരു പബ്ലിക്കായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ആളുകൾ വരുന്ന ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്രമാത്രം ക്ലീൻനെസ് ഒക്കെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ സമയം വന്നിട്ടൊരു 10:30 ഈ ഒരു സമയത്ത് ഒട്ടും തിരക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് പെട്ടെന്ന് തന്നെ പോയി കുളിച്ചതാണ്. നാളെ രാവിലെ കുളിച്ചിട്ടുണ്ടെങ്കിലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തോർത്ത് കാര്യങ്ങളൊന്നും അലക്കിയിട്ടിട്ടുണ്ട്. അത് ഉണങ്ങത്തൊന്നുമില്ല രാവിലെ ആകുമ്പം. അപ്പം രാത്രി കുറച്ച് ലേറ്റായിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഴിയും. വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് കുളിക്കാനൊക്കെ പറ്റും. അങ്ങനെ തന്ത്രപരമായിട്ട് ഞാൻ നീങ്ങിയതാണ് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മളുടെ ഈ ഒരു ഷിപ്പിൽ ഉള്ള യാത്ര? രാത്രി ഇനിയിപ്പോൾ പുറത്ത് കാണാൻ കാഴ്ചകളൊന്നുമില്ല, മൊത്തം ഇരുട്ടാണ് കേട്ടോ. ഷിപ്പിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അത് മാത്രമേ ഉള്ളേ. ഇനിയിപ്പോൾ നാളെ അതിരാവിലെ ഇനിയിപ്പോൾ ഉണ്ടല്ലോ നാളെ ഒരു 9 മണിയോടൊക്കെ കൂടിയാണ് നമ്മൾ ഭൂട്ടൻ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിലേക്ക് എത്തിച്ചേരുക. ഈ ഭൂട്ടൻ ഐലൻഡ് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉള്ളതാണ് കേട്ടോ. പ്രത്യേകതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ സംതിങ് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതൊക്കെ ഞാൻ 1 by 1 ആയിട്ട് കാണിച്ചു തരാം. അപ്പം കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ. നാളെ രാവിലെ നേരം വെളുത്തിട്ട് എന്താണ് അവസ്ഥ, അങ്ങോട്ടേക്ക് അടുക്കുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ പോകുന്നത് എന്നൊക്കെ. ഇനിയിപ്പം അവിടെ പ്രത്യേകിച്ച് എനിക്കൊരു പ്ലാനും ഇല്ല. ഇപ്പോൾ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട പുള്ളിക്കാരൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അത് ഒക്കെ നമുക്ക് ഭൂട്ടനിൽ എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ്. അതുകൂടാതെ പറഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സീ നൊമാഡ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ അവിടെ ചെന്നിറങ്ങിയിട്ട് അവിടെ നിന്നും വീണ്ടും വേറൊരു ഐലൻഡിലേക്ക് സൗത്ത് ഭാഗത്തേക്ക് നമുക്ക് പോകണം. അത് കലഡൂബ എന്ന് പറയുന്നൊരു പ്ലേസാണ് കേട്ടോ. വക്കത്തൂബി എന്ന് പറയുന്നൊരു ഐലൻഡിൻ്റെ ഭാഗമാണത്. നമ്മൾ മെന്തബായിലൊക്കെ പോയില്ലായിരുന്നോ, മെന്തബായ് ട്രൈബ്സിനെ തപ്പിയിട്ട്, അതുപോലൊരു പോക്കാണ് കേട്ടോ. അപ്പം അതൊക്കെ എന്തായിരിക്കും എന്നുള്ളത് അറിയാനായിട്ട് ഞാനും എക്സൈറ്റഡ് ആണ്. എനിക്കും വലിയ ഐഡിയകളൊന്നുമില്ല എന്താണെന്നുള്ളത്. അവിടെ ചെന്ന് ഡയറക്റ്റ് പോയിട്ട് ഗ്രൗണ്ടിലിറങ്ങി അന്വേഷിച്ച് പിടിച്ച് ഷിപ്പൊക്കെ സെറ്റാക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടാലോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. സ്നേഹം മാത്രം. ബൈ. എല്ലാവരും കൂടെ ഉണ്ടാവണേ.